ഗുരുജി ഇന്നാള് ഗുരുജി ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എല്ലാവരോടും ചോദിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഗുരു സംസാരിച്ചു. എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഗുരുജി. ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിന് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചോദിച്ചു. ഇന്നിപ്പോ അതിന്റെ ഒന്നും ഓർമ്മയിൽ വന്നില്ല എന്ത് പറയാൻ വേണ്ടിട്ടാ ശ്രമിച്ചെന്നുള്ളു. വെറുതെ ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരൻ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല അപ്പൊ അന്നോട്ട് ഞാൻ അതിന്റെ പുറകെ തന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കണായിരുന്നു ഗുരുജിയെ. വെറുതെ വെറുതെ രൂപമല്ല ഗുരുജി ചോദിച്ച ആ ആ കോൺസെപ്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. ആണ്. അപ്പൊ ഞാനപ്പൊ അന്നോട്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയേക്കണ സാധാരണ രൂപങ്ങളല്ല ബ്രഹ്മാവ് സൃഷ്ടിക്കണ് നിലനിർത്തണം എന്നുള്ളതല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അതിന്റെ പുറകെ പോയി. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലുള്ള ബിനീഷായിട്ട് ഞാനൊന്ന് ഒരു സംശയം ചോദിച്ചതാ. അപ്പൊ ബിനീഷ് പറഞ്ഞ് ചേച്ചി നമ്മൾ ഈ എഴുതി തന്നേക്കണത് ഋഷിമാർ എഴുതി തന്നേക്കണതും നമ്മൾ പറഞ്ഞു നടക്കണതൊന്നും നിധി അന്വേഷിച്ചിട്ടുള്ള മാർഗമാണ്, നിധിയല്ല. അത് നിധി കിട്ടൂല, നിധി അന്വേഷിക്കാനുള്ള മാർഗമാണ്. അപ്പൊ നമ്മുടെ ഈ ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ ആ വഴിയാണ്. അത് അന്വേഷിച്ചു പോകുമ്പോഴാണ് എന്തുകൊണ്ടാണ് അത് അവിടെ വെച്ചതെന്ന് മനസ്സിലാകുള്ളൂ. ആ തത്വം പറഞ്ഞ് മറ്റത് മനസ്സിലാവില്ല, നിധിനെ മനസ്സിലാവില്ല. നിധിനെ അന്വേഷിക്കാനുള്ള വഴികൾ മാത്രം ഋഷീശ്വരന്മാരും എല്ലാവരും പറഞ്ഞു തന്നുള്ളു. അന്വേഷിച്ചു ആ വഴിയിൽ കൂടി പോയി കണ്ടെത്തി അനുഭവിക്കേണ്ടത് നമ്മളാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി വന്നപ്പോഴാണ് ഈ വിഷ്ണു എന്ന് പറഞ്ഞത് ഒരു രൂപമോ ഒരു നമ്മ കാണുന്ന ഭഗവാന്റെ രൂപമല്ല അത്. അത് ഈ വായുവാണ് എല്ലാത്തിനെയും ഇവിടെ നിർത്തി. ഈ ഈശ്വരന്റെ ആ ചൈതന്യം, ഈ വായുവാണ് എല്ലാത്തിനെയും. വായു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ശ്വാസം എടുക്കാനുള്ള കഴിവാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെയും ജനിച്ചതിന് ശേഷം നിലനിർത്തി ഇല്ലാതാക്കണ വരെയുള്ള പ്രവൃത്തി ഈ ഉള്ളിൽ നിന്ന് ശ്വാസം എടുക്കാനുള്ള കഴിവാണ് നമുക്ക് ഉണ്ടാക്കി തന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി ഗുരുജി. അത് അറിയിച്ചത് അതാണ്. അപ്പൊ വിഷ്ണു എന്ന് പറയണ ആ തത്വം, നിലനിൽപ്പ്, ഞങ്ങളുടെ നിലനിൽപ്പിന്റെ രഹസ്യം ഈ ശ്വാസോച്ഛ്വാസമാണ് ഞങ്ങൾ എടുക്കണേന്ന് ഞാൻ മനസ്സിലാക്കി. അത് ശരിയാണെന്ന് അറിയാൻ. അത് ശരി തന്നെയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുമ്പോ ആ മഹത്തായ ഈശ്വര ചൈതന്യം എന്താണെന്ന് അറിയണം. അത് അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോണ്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറയണില്ലാന്നുള്ളൂ. ബ്രഹ്മം അറിവാണ്. ആ അറിവ് എന്താണെന്ന് നമുക്ക് അറിയുമ്പോഴേ ഇപ്പൊ ചേച്ചി പറഞ്ഞ സാധനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? അതെ അതെ അപ്പൊ ബ്രഹ്മ വിഷ്ണു മഹേശ്വരം, ആ മഹത്തായ ഈശ്വര ചൈതന്യം നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ സൃഷ്ടിക്കുന്നതും അത് നിലനിർത്തുന്നതും അത് ഇല്ലാതാക്കുന്നതും നമ്മളിൽ അനുനിമിഷം എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയണം, ഈ തേർഡ് ഡയമെൻഷനിൽ ജീവിക്കുന്ന നമുക്ക് ഇതെല്ലാം ദൈവമാണ്. ഇതിന്റെ അടുത്ത ഡയമെൻഷനിലേക്ക് നമുക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ മറ്റൊരു തലം മനസ്സിലാവുന്നത്. കാരണം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് നമ്മൾ എന്ത് പഠിപ്പിക്കും? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അത് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതേ കൊച്ചു തന്നെ കുറച്ച് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പറയും സൂര്യൻ ഉദിക്കുന്നുമില്ല, അത് അസ്തമിക്കുന്നുമില്ല. ഓ, അപ്പൊ കൊച്ചിന് മനസ്സിലാവും അപ്പൊ ഞാൻ പഠിച്ചത് അത് മറന്നുപോയി. എന്നിട്ട് പറയാം സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങണേന്ന്. ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൊച്ചു കുട്ടികളെ കൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകും. അപ്പൊ പാലിരിക്കണ ഇതെന്താന്ന് ചോദിക്കും, ഇതാണ് മിൽക്ക്. ഓ, അപ്പൊ കൊച്ചിന് അപ്പൊ അമ്മയുടെ പാല് ഇത് പശുവിന്റെ പാല്, അമ്മയുടെ പാല് അമ്മ തരും മക്കൾക്ക്, അത് അമ്മ തരുന്ന പാലാണ്, ഇത് പശുവിന്റെ പാലാണ്. അപ്പൊ അന്ന് കൊച്ചു വിചാരിക്കും പശുവിന്റെ പാല് എന്ന് പറഞ്ഞ കവറിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടണതാണ്. പിന്നീട് പശുവിനെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പശുവിനുണ്ടോ ഇങ്ങനത്തെ ഒരു സാധനം, ഇതിന്നാണോ ഈ പാല് വന്നത്? അപ്പൊ അതിന് കൺഫ്യൂഷനായി. അപ്പൊ ഇങ്ങനെ അത് കവറിൽ തന്നെയാണ്. പിന്നെ അത് പാക്ക് ചെയ്ത് വരണം. ഇത് ഓരോന്നും അറിവുകളാണ്. ഇത് നമ്മളിങ്ങനെ സമൂഹത്തിൽ നടന്ന് നടന്ന് കുറേശ്ശെ പഠിക്കുക. പക്ഷെ ഈ ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ നമുക്ക് സ്വീകരിക്കാൻ ഇന്ന് സ്കോപ്പില്ല. സയൻസിന് മാത്രമേ, അതായത് പ്രീച്ചിങ് മാത്രമേ നടക്കണുള്ളൂ. ചൊല്ലി പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതി മാത്രമേ ഇവിടെ നടക്കണുള്ളൂ. അനുഭവിച്ചറിയുക എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പിന്നാലെ ആരും പോണില്ല. പറഞ്ഞാലില്ല. ಅಂದ್ರೆ ಏನು ಈಗ ಅನಿಲಮ್ಮ ಅವರು ಅದೇ ಹೇಳ್ತಾ ಇರುವಂತದ್ದು. ಅಂದ್ರೆ ಲಾಸ್ಟ್ ಟೈಮ್ ಗುರುಜಿ ಅವರು ಅಂದ್ರೆ ಬ್ರಹ್ಮ ವಿಷ್ಣು ಏನು ಮಹೇಶ್ವರ ಇದರ ಏನು ಕಾನ್ಸೆಪ್ಟ್ ಏನು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಅದು ನಮ್ಮ ಹತ್ರ ಕೇಳಿದ್ರು. ಸೊ ಅದು ಏನು ಅಂತ ಹೇಳ್ಬಿಟ್ಟು, ಬಟ್ ಇನ್ನು ಆ ಒಂದು ತರಗತಿ ಬಿಟ್ಟು ಹೋಯ್ತು. ಅದಕ್ಕೆ ಗುರುಜಿ ಅದೇ ಹೇಳ್ತಾ ಇರುವಂತದ್ದು. ಸೊ ನೀವು ಆ ಟೈಮಲ್ಲಿ ಕೇಳಿದ್ರೆ ಅದು ಹೇಳ್ಬೋದಿತ್ತು ಅನ್ನುವಂತ ರೀತಿಯಲ್ಲಿ. ಇವಾಗ ಮತ್ತೊಂದು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಈಗ ಏನು ಅನಿಲಮ್ಮ ಅವರು ಹೇಳ್ತಾ ಇರುವಂತದ್ದು ಅಷ್ಟೇ. ಅದರ ಋಷಿಗಳು
ಆದ್ರೆ ನಮಗೆ ಇಲ್ಲಿ ತಿಳಿಸಿರುವಂತದ್ದು ಒಂದು ನಿಧಿ ಹುಡುಕುವಂತಹ ಮಾರ್ಗ. ಸೊ ನಾವು ಇದನ್ನ ಹುಡ್ಕೊಂಡು ಹೋಗುವಂಥದ್ದು, ನಮಗೆ ಇಲ್ಲಿ ಸಿಗಲ್ಲ, ಅದು ಏನು ಅಂತೇಳಿ ತಿಳ್ಕೊಂಡು ಹೋಗುವಂಥದ್ದು, ಆ ಅರಿವಿನಡೆಗೆ ಹೋಗುವಂಥದ್ದು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಈ ವಿಚಾರವಾಗಿ ಅವರು ಮಾತಾಡ್ತಾರೆ. ವಿಷ್ಣು ಅನ್ನುವಂಥದ್ದು ಒಂದು ರೂಪ ಅಲ್ಲ, ಸೊ ಅದು ವಾಯುವಿನ ಅಂದ್ರೆ ನಮ್ಮ ಒಳಗಡೆ ಬಂದ್ಬಿಟ್ಟು ಹೋಗುವಂತಹ ಒಂದು ಪ್ರಕ್ರಿಯೆ. ಸೊ ಇದೇ ಅಂದ್ರ ಈ ದೇವರ ಅಂಶಗಳು ಅನ್ನುವಂಥ ರೀತಿಯಲ್ಲಿ ಇದನ್ನ ಏನು ಹೇಳ್ತಾರೆ. ಸೊ ಅದನ್ನೇ ಗುರುಜಿ ಹೇಳ್ತಾರೆ, ಈಗ ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರ ಈಶ್ವರ ಅಂತ ಹೇಳತ್ತೀಗ ಆ ಒಂದು ಚೈತನ್ಯ ಏನಿದೆ ಅದು ನಮ್ಮೊಳಗಡೆ ಬರುವಂತದ್ದು. ಸೊ ಇಲ್ಲಿ ನಾವು ಈ ಥರ್ಡ್ ಡೈಮೆನ್ಷನ್ ಅಲ್ಲಿ ಇದನ್ನೆಲ್ಲ ದೇವರುಗಳು ಅಂತೇಳಿ ನಾವು ಇಲ್ಲಿ ಹೇಳ್ತೀವಿ. ಸೊ ಇದು ದಾಟಿ ಮುಂದೆ ಹೋದಾಗ ಇದು ಏನು ಅಂತೇಳಿ ಮತ್ತೆ ನಮ್ಗೆ ಗೊತ್ತಾಗುತ್ತೆ. ಅಂದ್ರೆ ಇದರ ಹಿಂದಿನ ತತ್ವ ಏನು, ಇದು ಯಾಕೆ ಈ ಒಂದು ಪ್ರತಿರೂಪಗಳನ್ನ ಇಟ್ಟಿದ್ದಾರೆ ಅನ್ನುವಂಥದ್ದು ಸೊ ನಿಮಗೆ ಗೊತ್ತಾಗ್ತಾ ಬರುತ್ತೆ. ಇವಾಗ ಹೆಂಗಂದ್ರೆ ಈಗ 1ನೇ ತರಗತಿ ಮಕ್ಕಳನ್ನ ನೀವೆಲ್ಲಾದ್ರೂ ಒಂದು ಸೂಪರ್ ಮಾರ್ಕೆಟ್ಗೆ ಕರ್ಕೊಂಡು ಹೋಗ್ತೀರಿ ಅಂತ ತಿಳ್ಕೊಳ್ಳಿ. ಅಂದ್ರೆ ಅವ್ರಿಗೆ ಆ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ನೋಡ್ಬಿಟ್ಟು ಒಂದು ಹಾಲಿನ ಪ್ಯಾಕೆಟ್ ನೋಡ್ಬಿಟ್ಟು ಇದೇನು ಅಂತ ಕೇಳ್ತಾರೆ. ಅವಾಗ ತಾಯಿ ಏನ್ ಹೇಳ್ತಾರೆ, ಇದು ಮಿಲ್ಕ್, ಇದು ಕೌ ಮಿಲ್ಕ್ ಅಂತ. ಅಂದ್ರೆ ಈಗ ತಾಯಿಯಿಂದ ಸಿಗುವಂತ ಮಿಲ್ಕ್ ಅದು ತಾಯಿಯಿಂದ ಸಿಗುವಂತ ಮಿಲ್ಕ್, ಅಥವಾ ಈ ಪ್ಯಾಕೆಟ್ ಇರುವಂತದ್ದು ಕೌ ಮಿಲ್ಕ್. ಅವಾಗ ಅದು ಏನ್ ಮೈಂಡ್ ಅಲ್ಲಿ ಥಿಂಕ್ ಮಾಡ್ತಾರೆ, ಓ ಕೌ ಮಿಲ್ಕ್ ಅಂದ್ರೆ ಹಸುವಿನ ಮಿಲ್ಕ್ ಅಂದ್ರೆ ಈ ಪ್ಯಾಕೆಟ್ ಅಲ್ಲಿ ಹಿಂಗಿರುತ್ತೆ ಅಂತ. ನಂತರ ಅದು ಏನ್ ಮಾಡುತ್ತೆ, ಹೊರಗಡೆ ಎಲ್ಲ ಹೋಗೋತ್ತಿಗೆ ಹಸುವಿನ ನೋಡುತ್ತೆ, ಅವಾಗ ಅದರಿಂದ ಹಾಲು ಕರೆಯೋದೆಲ್ಲ ಕಾಣುತ್ತೆ, ಅವಾಗ ಅದಕ್ಕೆ ಡೌಟ್ ಆಗುತ್ತೆ. ಸೊ ಹಸುವಿನ ಕೌ ಮಿಲ್ಕ್ ಅಂದಾಗ ಆ ಪ್ಯಾಕೆಟ್ ಇತ್ತಲ್ಲ ಇದೇನು ಅಂತ ಹೇಳ್ಬಿಟ್ಟು, ಸೊ ಹಂಗೆ ಒಂದೊಂದು ಏನು ತಿಳಿತಾ ಬರುತ್ತೆ. ಮತ್ತೆ ಇದಕ್ಕೆ ಆ ಪ್ಯಾಕೆಟ್ ಹೆಂಗ್ ಮಾಡ್ತಾರೆ, ಇದು ಏನಕ್ಕೆ ಏನು ಈ ಹಸುವಿನ ಮಿಲ್ಕೆ ಅಲ್ಲಿ ಪ್ಯಾಕೆಟ್ ಆಗಿ ಬರ್ತಾ ಇರು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಅದನ್ನ ಮುಂದೆ ಬರ್ತಾ ಅಂದ್ರೆ ಸಮೂಹದಲ್ಲಿ ಓಡಾಡ್ತಾ ಅದು ತಿಳ್ಕೊಳ್ಳುತ್ತೆ. ಅದೇ ರೀತಿ ಈ ಜ್ಞಾನ ಅನ್ನುವಂಥದ್ದು ಅಥವಾ ಈ ಅರಿವು ಅನ್ನುವಂಥದ್ದು ಈ ಸಂಪೂರ್ಣವಾಗಿ ನಮಗೆ ಒಂದೊಂದು ತಿಳಿತಾ ಬರುವಂಥದ್ದು. ಈ ಸೈನ್ಸ್ ಅವ್ರು ಏನ್ ಮಾಡ್ತಾರೆ ಅಂತಂದ್ರೆ ಅವರು ಏನೇನು ಅವ್ರಿಗೆ ಸಿಕ್ಕಿದೆಲ್ಲ ತೋಚಿದೆಲ್ಲ ಬರೆದಿರ್ತಾರೆ. ಸೊ ಅದನ್ನೇ ನಾವು ನಂಬ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದೀವಿ. ಸೊ ಅದರ ವಾಸ್ತವ ಅಥವಾ ಆ ನಿಜ ಸ್ಥಿತಿ ಏನು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ನಮ್ಮ ಅರಿವಿಗೆ ಬಂದಾಗ, ನಮ್ಮ ಅನುಭವಕ್ಕೆ ಬಂದಾಗ ನಾವು ತಿಳ್ಕೊಂಡಾಗ್ಲೇ ನಮಗೆ ಗೊತ್ತಾಗುವಂಥದ್ದು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഞാൻ എൻ്റെ അനിയനുണ്ടായിട്ട് ഞാൻ പാല് കുടിച്ചിട്ടുള്ള ആളാ അമ്മയുടെ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എടാ ഈ അമ്മ മധുരം കുറച്ച് കഴിക്കണോണ്ടായിരിക്കും പാലിന് മധുരം കുറവെന്ന്. പണ്ടെന്നൊക്കെ പറഞ്ഞ റേഷൻ കടയിൽ നിന്ന് 5 കിലോ പഞ്ചസാര കിട്ടുള്ളൂ, അത് എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് തീരും. അപ്പം അമ്മയ്ക്ക് ഇത്തിരി മധുരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന പാലിന് മധുരം കൂടുതൽ കിട്ടുന്നൊക്കെ ഓർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എങ്ങനെയാണോ നമ്മൾ അറിവുകൾ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അറിവ് ഏറി വരണത്. അപ്പം നമുക്കിത് പഠിക്കാനുള്ള സ്കോപ്പില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ അത് അറിവാണ്. വിഷ്ണു പ്രപഞ്ചം വിലയം ചെയ്ത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന എന്താ പ്രാണനേ ഉള്ളൂ. അത് മുഴുവൻ അത് വേറൊരു രൂപത്തിൽ പറഞ്ഞ് അതിനെ തിരിച്ചു നോക്കുമ്പോൾ വീണ്ടും അറിവായി. അപ്പൊ സൃഷ്ടിയും സ്ഥിതിയായി, പിന്നെ സംഹാരം അതും അതിൽ തന്നെ ഉണ്ട്. ഈ പ്രാണൻ എന്ന് പറയുന്നത് തിരിച്ച് നമുക്ക് കാണാൻ പറ്റണം. നമ്മുടെ കാണുന്ന ഈ ഇതിനകത്തുനിന്ന് തന്നെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നത്. നമ്മൾ 2 ജീവികളുടെ കാര്യം പറഞ്ഞോളൂ. പ്രപഞ്ചത്തിൽ അനേക കോടി ജീവൻ വേറെയും കിടക്കുകയാണ്. ഇപ്പൊ മുഴുവൻ ബ്രഹ്മമാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം നിശബ്ദനാവണോ അത്രമാത്രം നമ്മളിലേക്ക് അറിവിന്റെ സ്ഫുരണങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും. എത്രമാത്രം നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണോ അത്രമാത്രം നമുക്ക് ഒന്നും കിട്ടാൻ ഭാഗ്യമില്ലാണ്ട് വരും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയാണ്, ഞാൻ പറയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പ്യുവർ ജ്ഞാനമായതുകൊണ്ടാണ് എനിക്കും അത് ഗുണപ്പെടണത്. നേരെ മറിച്ച് ഞാനൊരു തൊഴിലാളിയായിട്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾക്കും ഗുണം കിട്ടില്ല. കാലങ്ങളോളം എൻ്റെ ചേച്ചി ക്ലാസ് കേട്ടാലും ചേച്ചിക്ക് ഇതേപോലെ മനസ്സിലാവില്ല. ചുമ്മാ ഒരു ബന്ധമില്ലാത്തത് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും പുസ്തകത്തിൽ നിന്ന് കേട്ടത്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താനോ ഉൾക്കൊള്ളാനോ നമുക്ക് പറ്റില്ല. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ തോന്നുന്നത് തന്നെ കാരണം ഇത് പറയുന്ന ആൾ അനുഭവിച്ചതായതുകൊണ്ടാണ് നിങ്ങൾക്ക് അതേപോലെ തന്നെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അത്തരം ഉദാഹരണങ്ങളിലൂടെ അതിനെ കൊണ്ടുപോകണത്. അല്ലെങ്കിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീനും മൊബൈൽ ഫോണൊന്നും ഉദാഹരണമായിട്ട് വരില്ല. അത് ശ്ലോകം ചൊല്ലി അർത്ഥം പറഞ്ഞ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ശ്ലോകം ചൊല്ലി അർത്ഥം പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവുമോ? ഇല്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതാണ്, ഇതൊന്നും അനുഭവിക്കാനുള്ളതല്ല എന്ന് വിചാരിക്കും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കുറച്ചു മുമ്പ് സംസാരിച്ച് ജയരാജൻ ചേട്ടനും ഭാര്യയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമയത്തെങ്കിലും അവർക്ക് ഭഗവാനെയും ദൈവത്തിനെയും യേശുക്രിസ്തുവിനെയും ഒരു തോണിയുടെ അപ്പുറം ഇപ്പുറയൊക്കെ ഇരുന്ന് ഒരുമിച്ച് പോണതും എന്തെല്ലാം നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുക ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും കൂടെ ഒരു വഞ്ചിയിൽ പോകുന്നു? അവര് തമ്മിൽ 2 മതമല്ലേ, അവര് കണ്ടാൻ മിണ്ടില്ല, ഭയങ്കര ശത്രുക്കളാന്ന് വിചാരിക്കും. ഒന്നുമില്ല. ദൈവങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, മനുഷ്യനെ പ്രശ്നമുള്ളൂ. പറഞ്ഞല്ലേ. ನೋಡಿ ಅಂದ್ರೆ ಗುರುಜಿ ಅದೇ ಹೇಳ್ತಾ ಇರುವಂತದ್ದು. ಅಂದ್ರೆ ಗುರುಜಿಯ ತಮ್ಮ ಇದ್ದಾಗ ಸೊ ಇವ್ರು ಅವಾಗ್ಲೂ ಕೂಡ ಏನೋ ತಾಯಿಯ ಹಾಲನ್ನ ಕುಡಿತಾ ಇದ್ರು.
ಸೊ ಆ ಕುಡ್ದಾಗ ಅದು ಅಷ್ಟೊಂದು ಏನು ಸ್ವೀಟ್ ಇರ್ತಾ ಇರ್ಲಿಲ್ಲ. ಅವಾಗ ಏನ್ ತಿಳ್ಕೊಳ್ತಾ ಇದ್ರು ಅಂತ ಹೇಳಿದ್ರೆ, ಅಮ್ಮ ಏನು ಸ್ವೀಟ್ ಕಮ್ಮಿ ತಗೊಳ್ತಾ ಇದ್ದಾರೆ, ಅಂದ್ರೆ ಶುಗರ್ ಕಮ್ಮಿ ತಗೊಳ್ತಾ ಇದ್ದಾರೆ, ಸ್ವಲ್ಪ ಜಾಸ್ತಿ ತಗೊಂಡ್ರೆ ಅದು ಇನ್ನೂ ಸ್ವೀಟ್ ಆಗಿ ಬರುತ್ತೆ ಅಂದ್ಬಿಟ್ಟು ಆ ರೀತಿಯೆಲ್ಲ ಯೋಚನೆಗಳೆಲ್ಲ ಬರ್ತಾ ಇತ್ತು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ನಂತರ ಇನ್ನೊಂದು ಅಂತ ಹೇಳಿದ್ರೆ, ಈಗ ನೋಡಿ, ಈಗ ಈ ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರ ಇದೇ ಒಂದು ಇದನ್ನ ನಾವು ತಗೊಂಡಾಗ ಬ್ರಹ್ಮಂ ಅನ್ನುವಂಥದ್ದು ಆ, ಬ್ರಹ್ಮ ಅನ್ನುವಂಥದ್ದು ಬ್ರಹ್ಮಂ, ಸೊ ಅದೇ ಅರಿವು ಅನ್ನುವಂಥದ್ದು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ವಿಷ್ಣು ಅಂದ್ರೆ ಪ್ರಾಣ, ಸೊ ಅದೇ ಈಗ ನಮ್ಮಲ್ಲಿ ಇರುವಂಥದ್ದು ಓಡಾಡ್ತದ್ದು, ಅದು ನಾವು ಹೇಳ್ತಾ ಬರ್ತಾ ಇರ್ಬೇಕಾದ್ರೆ ಅದು ಕೂಡ ಒಂದು ಅರಿವೇ ಅನ್ನುವಂಥದ್ದನ್ನ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ನಂತರ ಇದೇ ರೀತಿ ಯಾವಾಗ ಸೃಷ್ಟಿ ಸ್ಥಿತಿ ಸಂಹಾರ ಅಂತ ಹೇಳಿ ಒಂದು ಕ್ರಿಯೆ ನಡೀತಾ ಇದೆ, ಸೊ ಅದರಿಂದಾಗಿ ನಾನು ತಿಳ್ಕೊಳ್ಳುವಂಥದ್ದು ವಿಷಯ ಇದೆ, ಸೊ ಅದು ನಿಮಗೆ ಏನು ಸಿಗ್ತಾ ಇದೆ, ಅನುಭವದಿಂದ ಸಿಗ್ತಾ ಇದೆ. ಸೊ ನೀವು ಕೂಡ ಅದನ್ನ ಅನುಭವಿಸಿ ತಿಳಿದಾಗಲೇ ನಿಮಗೆ ಅದು ಏನು ಸರಿಯಾದದ್ದು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ನಿಮಗೆ ಗೊತ್ತಾಗ್ತಾ ಬರುತ್ತೆ ಅಂತ ಹೇಳಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ನಂತರ ಸುಮ್ಮನೆ ಏನು ಶ್ಲೋಕ ಹೇಳ್ಕೊಂಡು ಅರ್ಥ ಹೇಳ್ಕೊಂಡು, ಅಂದ್ರೆ ಶ್ಲೋಕ ಓದೋದು ಅದರ ಅರ್ಥ ಹೇಳ್ಕೊಂಡು ಈ ರೀತಿ ಹೇಳಿದ್ರೆ ಆಗಲ್ಲ. ಸೊ ಅದು ಏನು ಅಂತ ಹೇಳಿ ನಮಗೆ ಗೊತ್ತಾಗ್ಬೇಕು ಅಂದ್ರೆ ನಾವು ಅದನ್ನ ಅನುಭವಿಸ್ತಾ ಹೋಗ್ಬೇಕು. ಈಗ ಅನಿಲಮ್ಮ ಅವರು ನೋಡಿ ಇಷ್ಟೊಂದು ಕ್ಲಾಸ್ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಸೊ ಈಗ ಒಬ್ಬ ಅನುಭವ ಇರುವ ಗುರುವಿನಿಂದ ಅವರು ಪಡಿತಾ ಇರೋದ್ರಿಂದ ಅವ್ರಿಗೆ ಆ ಜ್ಞಾನ ಅವ್ರಿಗೆ ಸಿಗ್ತಾ ಇದೆ. ಇಲ್ಲಂತಂದ್ರೆ ಅವರು ಆ ವಾಷಿಂಗ್ ಮಿಷಿನ್ದು ಮೊಬೈಲ್ದು ಇಂತಹ ಎಕ್ಸಾಂಪಲ್ ಗಳೆಲ್ಲ ಅವರಲ್ಲಿ ಬರ್ತಾ ಇರಲಿಲ್ಲ. ಅವ್ರು ಅದನ್ನ ಅನುಭವಿಸಿದ್ರಿಂದ ಅವ್ರಿಗೆ ಕರೆಕ್ಟ್ ಆಗಿ ಅದು ಹೇಳ್ಲಿಕ್ಕೂ ಬರ್ತಾ ಇದೆ ಅಂತೇಳಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಸೊ ಮತ್ತೊಂದು ಅಂತಂದ್ರೆ, ಈಗ ನೋಡಿ ಈ ಜಾತಿ ಇದೆಲ್ಲ ನೀವೇ ಮಾಡ್ಕೊಂಡಿರುವಂಥದ್ದು, ನೀವೇ ಹೊಡೆದಾಡ್ತಾ ಇದ್ದೀರಿ. ಈಗ ಜೀಸಸ್ ಅಂದ್ರೆ ಸೊ ಅವ್ರು ಬೇರೆ ಜಾತಿ ಇದಾರೆ, ಕ್ರಿಶ್ಚಿಯನ್ ಇದಾರೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಕೆಲವರು ಕಾಣೋರೆಲ್ಲ ಇದ್ದಾರೆ. ಸೊ ದೇವರುಗಳೆಲ್ಲ ಒಟ್ಟಿಗೆನೆ ಇದ್ದಾರೆ. ಈಗ ನೋಡಿ ಆ ಮೆಡಿಟೇಷನ್ ಇವರಿಗೆಲ್ಲ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಆಗ್ತಾ ಇದೆ. ಒಂದೇ ದೋಣಿಯಲ್ಲಿ ಏನು ಇವರು ಜೀಸಸ್ ಮತ್ತೆ ಕೃಷ್ಣ, ಭಗವಾನ್ ಕೃಷ್ಣ ಅವರೆಲ್ಲ ಒಟ್ಟಿಗೆ ಯಾತ್ರೆ ಮಾಡ್ತಾ ಇರುವಂತದೆಲ್ಲ ಕಾಣ್ತಾ ಇದೆ. ಅಂದ್ರೆ ದೇವರಿಗೆ ಅಂತ ಯಾವುದೇ ಸಮಸ್ಯೆ ಇಲ್ಲ. ಸೊ ಸಮಸ್ಯೆ ಕ್ರಿಯೇಟ್ ಮಾಡ್ತಾ ಇರೋರು ಅಥವಾ ಸಮಸ್ಯೆ ಇರೋದು ನಮ್ಮಲ್ಲಿ.